പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലെ പരമയാഗത്തിൻ്റെ മഹത്വത്തെയും ശക്തിയെയും കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാലമാണ് നോമ്പ്. മരുഭൂമിയിൽ മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയ സംഭവം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു കഥ മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രവചന ചിഹ്നം കൂടിയാണ്. സംഖ്യാപുസ്തകം 21 അധ്യായം. യഹോവ മോശയോട്, ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക, കടിയേൽക്കുന്നവനാരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പമുണ്ടാക്കി നാട്ടി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ പിത്തള സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഈ പഴയ നിയമ സംഭവത്തെപ്പറ്റി നമ്മുടെ കർത്താവ് പരാമർശിച്ചിട്ടുണ്ട്. യോഹന്നാൻ 3 അധ്യായം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സംഭവത്തിന് പിന്നിലെ ചില ആത്മീയ ദർശനങ്ങൾ നമുക്ക് ചിന്തിക്കാം. പാപവിഷം മാരകമാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം പരാതിപ്പെടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അവർ നിരസിച്ചു. ദൈവം നൽകിയ മന്നയെ അവർ പുച്ഛിച്ചു. മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും അവർ സംസാരിച്ചു. അവരുടെ മത്സരം ന്യായവിധിക്കുള്ള വാതിൽ തുറന്നു. വിഷപ്പാമ്പുകൾ ജനങ്ങളെ കടിക്കാനും കടിയേറ്റവർ മരിക്കുവാനും തുടങ്ങി. മരുഭൂമിയിലെ അഗ്നി സർപ്പങ്ങൾ പാപത്തിൻ്റെ മാരകമായ വിഷത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശരീരത്തിൽ വിഷം പടരുന്നത് പോലെ പാപം മനുഷ്യനിൽ 4 പ്രതിസന്ധികളാണ് പ്രധാനമായും ഉണ്ടാക്കുന്നത്. 1. ആത്മീയ മരണം. 2. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച. 3. ബന്ധങ്ങളിലെ പ്രതിസന്ധികൾ. 4. കഷ്ടപ്പാടും തകർച്ചകളും. മനുഷ്യ ശരീരത്തിൽ കിടക്കുന്ന വിഷം അവയവങ്ങളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നത് പോലെ പാപം ആത്മശരീര മനസ്സുകളിൽ രോഗങ്ങളും പ്രതിസന്ധികളും മരണവുമൊക്കെ ഉണ്ടാക്കുന്നു. രണ്ടാമത്, ജനം മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം നീക്കുപോക്കുകൾ നൽകി. ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നാട്ടുവാൻ മോശയോട് കൽപ്പിച്ചു. വിശ്വാസത്തോടെ അതിനെ നോക്കിയവർക്കെല്ലാം മരണത്തെ അതിജീവിക്കുവാൻ കഴിഞ്ഞു. മരണത്തിന് കാരണമായ സർപ്പത്തെ തന്നെ എന്തിനാണ് ഉയർത്തുവാൻ ദൈവം പറഞ്ഞത്? ദൈവം പിൻവലിച്ച ന്യായവിധിയുടെ പ്രതീകമായിരുന്നു പിത്തള സർപ്പം. ശാപം നീക്കിയതിനെയും വിഷം കീഴടക്കപ്പെട്ടതിനെയും
അത് പ്രതിനിധീകരിക്കുന്നു. എന്നാൽ അതിലും അധികം പ്രധാനമായി അത് ക്രിസ്തുവിന്റെ ഒരു പ്രവചന നിഴലായിരുന്നു. പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും നിത്യരക്ഷയും ക്രിസ്തുവിലൂടെ സാധ്യമാണെന്ന സന്ദേശമാണ് ക്രൂശ് നൽകുന്നത്. മൂന്നാമത്, ക്രിസ്തു ക്രൂശിൽ ഉയർത്തപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ ഈ പ്രവചനം നിവൃത്തിയായി. പിത്തള സർപ്പം ഒരു നിഴൽ മാത്രമായിരുന്നു. യേശുക്രിസ്തുവിനെ കുരിശിൽ ഉയർത്തിയപ്പോൾ പ്രവചനം നിവൃത്തിയായി. മനുഷ്യവർഗത്തിനു വേണ്ടി കുരിശിൽ ക്രിസ്തു പാപത്തിന്റെ വിഷം വഹിച്ചു. നമുക്കുള്ള ശാപം അവൻ സ്വയം ഏറ്റെടുത്തു. ഇസ്രായേൽ മക്കൾ പിത്തള സർപ്പത്തെ നോക്കി ജീവിച്ചതുപോലെ കർത്താവും രക്ഷിതാവുമായി ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനും നിത്യരക്ഷയും ദൈവം നൽകുന്നു. കർത്താവിന്റെ കാൽവറി ക്രൂശിലെ പാപപരിഹാര ബലി മുഖാന്തരം 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചത്. പാപത്തിന്റെ മേൽ ക്രിസ്തു ജയം നേടി, മരണം കീഴടക്കപ്പെട്ടു, ദൈവ സ്നേഹം ലോകത്തിന് വെളിപ്പെട്ടു. കൊടുങ്കാറ്റിലും ഇരുളിലും വഴിതെറ്റിയ കപ്പലുകൾ ലൈറ്റ് ഹൗസിന്റെ വെളിച്ചം നോക്കി തീരത്തേക്ക് അടുക്കുന്നത് പോലെ പാപത്തിന്റെ ഇരുട്ടിൽ ലക്ഷ്യം തെറ്റി അലയുന്നവർക്ക് നിത്യരക്ഷകനായ ക്രിസ്തുവിലേക്കുള്ള ദിശാമാപിനിയാണ്, മാർഗനിർദ്ദേശമാണ് കുരിശ്. 1 പത്രോസ് 2:24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുവാനുള്ള സമയമാണ് നോമ്പുകാലം. നിത്യജീവനും പാപരോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തിനും നമ്മൾ എവിടെയൊക്കെയാണ് അന്വേഷിക്കുന്നത്? ആരെയൊക്കെയാണ് തിരയുന്നത്? ചിലർ സമ്പത്തിലേക്കാണ് നോക്കുന്നത്, ചിലർ അധികാരികളിലേക്ക് നോക്കുന്നു, മറ്റു ചിലർ മാനുഷികമായ പരിഹാരങ്ങളിലേക്ക് നോക്കുന്നവരാണ്. അതൊക്കെ വിഫല പരിശ്രമങ്ങളാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ രോഗശാന്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പാപവിഷം മൂലമുള്ള ആത്മാവിന്റെ മരണത്തിന് ദൈവം ക്രിസ്തുവിലൂടെ പ്രതിവിധി നൽകിയിട്ടുണ്ടെന്ന് കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ നോക്കിയവരെല്ലാം ജീവിച്ചു. കാൽവരിയിൽ പാപപരിഹാര ബലിയായി തീർന്ന യേശു ക്രിസ്തുവിനെ നോക്കുന്നവരെല്ലാം നിത്യജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് വീണ്ടും ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്താം. അവിടെ നമുക്ക് പാപക്ഷമ ലഭിക്കും. അവിടെ നമുക്ക് രോഗശാന്തി ലഭിക്കും. അവിടെ നമുക്ക് നിത്യജീവൻ ലഭിക്കും. കരുണാമയനും സ്നേഹനിധിയുമായ പിതാവേ, ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ഒരുക്കിത്തന്ന മഹത്തായ രക്ഷാകര പദ്ധതികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. മരുഭൂമിയിൽ ഇസ്രായേൽ ജനതയ്ക്ക് അവിടുന്ന് രോഗശാന്തി നൽകിയതുപോലെ നിന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകി. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ രക്ഷയ്ക്കായി അവിടുന്ന് കുരിശിൽ ഉയർത്തപ്പെട്ടു. ഞങ്ങളുടെ പാപങ്ങളുടെ ഭാരം അവിടുന്ന് വഹിച്ചു. ഞങ്ങൾക്കുള്ള ശാപം നിന്റെ മേൽ ഏറ്റെടുത്തു. ഞങ്ങൾ പരാതിപ്പെടുകയും സംശയിക്കുകയും നിന്റെ വഴികളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്ത അപരാധങ്ങൾ നാഥ ഞങ്ങളോട് ക്ഷമിക്കണമേ. പാപത്തിൻ്റെ വിഷത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. അത്ഭുത കൃപയാൽ ഞങ്ങളുടെ ആത്മാവിനെ പുതുക്കണമേ. ഈ നോമ്പുകാലത്ത് വിശ്വാസത്തോടും നന്ദിയോടും സ്തോത്രത്തോടും കൂടി ഞങ്ങളുടെ കണ്ണുകൾ കുരിശിലേക്ക് ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ രക്ഷാകരമായ സ്നേഹത്തിൽ വിശ്വസിക്കാനും തിരുവചനത്തോടുള്ള അനുസരണത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിത പ്രതിസന്ധികളാൽ കഷ്ടപ്പെടുന്നവരെ ശക്തിപ്പെടുത്തണമേ. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കണമേ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും മുറിവേറ്റവർക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വീണ്ടെടുപ്പിൻ്റെ സാക്ഷ്യമായി തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ക്രിസ്തുയേശുവിൻ്റെ സമുന്നത നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.